ഓണം വരവായതോടെ നീലേശ്വരത്തെ വ്യാപാരികൾ വീണ്ടും ആശങ്കയിലും നിരാശയിലുമായി. നഗരത്തിലെ അസൗകര്യങ്ങളാണ് കാലങ്ങളായി ഇവരുടെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും വലിയ വിലങ്ങുതടിയായി നിൽക്കുന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. വർഷങ്ങളായി വിശേഷപ്പെട്ട വേളകളിൽ നല്ല കച്ചവടം പ്രതീക്ഷിച്ച് വിൽപ്പനയ്ക്കായി എത്തിക്കുന്ന സാധനങ്ങൾക്ക് വിപണി ലഭിക്കാത്ത അവസ്ഥയിൽ വിഷമിക്കുകയാണ് നീലേശ്വരത്തെ വ്യാപാരികൾ. നഗരത്തിലെ ഇടുങ്ങിയ റോഡും പാർക്കിംഗ് സംവിധാനമില്ലാത്തതും രാജാ റോഡ് വികസനവുമെല്ലാമാണ് കാലങ്ങളായി ഇവരുടെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും എല്ലാം തകിടം മറിക്കുന്നത്. സാധനങ്ങൾ വാങ്ങാനെത്തുന്നവർ കടകൾക്ക് മുന്നിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്താൽ അപ്പോൾ തന്നെ ഗതാഗതക്കുരുക്ക് രൂപപ്പെടും. അതുകൊണ്ട് തന്നെ ആൾക്കാർ നീലേശ്വരത്തേക്ക് വരാൻ മടിക്കുകയാണ്. നഗരസഭ മുൻകൈയെടുത്ത് നീലേശ്വരത്ത് പാർക്കിംഗ് ഏരിയ സ്ഥാപിക്കണമെന്നതാണ് വ്യാപാരികളുടെ പ്രധാന ആവശ്യം. നീലേശ്വരം ടൗണിലെ ഗതാഗതക്കുരുക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നീലേശ്വരത്തെ വ്യാപാരികളെയാണ്. കാരണം ടൗണിലേക്ക് വരുന്ന വ്യാപാരികൾക്ക് പാർക്കിംഗ് സൗകര്യം പോലുമില്ല, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, ഇതൊക്കെ കണ്ടുകൊണ്ട് പൊതുജനങ്ങൾക്ക് ടൗണിൽ വരാൻ തന്നെ പലർക്കും ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം, ഓരോ വീട്ടിലും ഓരോ കാറുകളുള്ള സ്ഥലമാണ്. എല്ലാവരും ടൗണിലേക്ക് വരുന്നത് കാറും അതുപോലെ ബൈക്കും എടുത്തിട്ടാണ്. നീലേശ്വരം ടൗണിൽ വന്നിട്ട് ഏതെങ്കിലും കടകളിൽ കയറണമെങ്കിൽ പാർക്ക് ചെയ്യാൻ എവിടെയും സ്ഥലമില്ലാത്തൊരു സ്ഥിതിയാണ്. അതോടൊപ്പം തന്നെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും പിന്നീട് നാഷണൽ ഹൈവേയിലേക്കുള്ള സർവീസ് റോഡിൻ്റെ പ്രശ്നങ്ങൾ. സർവീസ് റോഡിൽ ഫുൾ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് ടൗണിൽ നിന്ന് ഹൈവേയിലേക്ക് പോകുന്ന വാഹനങ്ങളും നിരനിരയായി നിർത്തേണ്ടുന്ന ഒരവസ്ഥയാണ്. എടത്തോട് റോഡിൻ്റെ അവസ്ഥ, എടത്തോട് റോഡിൻ്റെ പണി പൂർത്തീകരിക്കാത്തതുകൊണ്ട് പൊതുജനങ്ങൾക്കും മറ്റു പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്ക് വരാനുള്ള ബുദ്ധിമുട്ട് വളരെയേറെ ഉണ്ട്. അതോടൊപ്പം എത്തിക്കഴിഞ്ഞാൽ പോലും പാർക്കിങ്ങിൻ്റെ സൗകര്യം. പഴയ മുനിസിപ്പൽ കെട്ടിടം പൊളിച്ചു നീക്കിയതിനു ശേഷം ഇവിടെ പാർക്കിംഗ് സൗകര്യം ഒരുക്കാനുള്ള ചർച്ചകൾ നടന്നുവരികയാണെന്നാണ് അധികൃതർ തങ്ങളെ അറിയിച്ചിരിക്കുന്നതെന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് KV സുരേഷ് കുമാർ പറയുന്നത്. നമ്മുടെ ചെയർമാൻ 1-2 സ്ഥലത്ത് പാർക്കിംഗ് സൗകര്യം പരിഗണിക്കുന്നുണ്ട്. പഞ്ചായത്ത് പഴയ മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് പൊളിക്കുന്ന സ്ഥലത്തും അതുപോലെ തന്നെ കൃഷിഭവൻ്റെ സ്ഥലത്തും അവിടെ പാർക്കിംഗ് സൗകര്യത്തിനുള്ള ശ്രമം ഞാൻ നടത്താം എന്ന് അദ്ദേഹം വാക്ക് തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു പ്രദേശങ്ങളിൽ ഇപ്പോൾ പാർക്കിങ്ങിനുള്ള ബുദ്ധിമുട്ടുള്ളത് റെയിൽവേ മേൽപ്പാലത്തിൻ്റെ അടിയിലൊക്കെ, അവിടെയൊക്കെ പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളാക്കണം. അതിൻ്റെ ഭാഗങ്ങളിൽ റെയിൽവേയുടെ ചെറുപ്പുറം ഭാഗങ്ങളിൽ ഈ ഭാഗത്തൊക്കെ പാർക്കിംഗ് സൗകര്യമാക്കി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അവിടെ എത്തിപ്പെടാൻ സാധിക്കും. നീലേശ്വരത്തെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ ബസ് സ്റ്റാൻഡ് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന സമയത്ത് താൽക്കാലിക ബസ് സ്റ്റാൻഡായി പ്രവർത്തിച്ച സ്ഥലവും രാജവംശത്തിന് കീഴിലുള്ള നീലേശ്വരം പാലസ് ഗ്രൗണ്ടും വിട്ടുകിട്ടുന്നതിനായി വേണ്ടുന്ന ചർച്ചകൾ നടക്കുകയാണെന്ന് നഗരസഭാ ചെയർമാൻ PP മുഹമ്മദ് റാഫിയും പറഞ്ഞു. ഓണക്കാലത്ത് നീലേശ്വരം നഗരത്തിലുണ്ടാകുന്ന ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെക്കുറിച്ച് നഗരസഭ പോലീസുമായിട്ട് ആലോചിച്ച് ഒരു ക്രമീകരണം വരുത്തണമെന്നാണ് ആലോചിക്കുന്നത്. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പുറമെ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് പാർക്കിംഗ് ചെയ്യാൻ സൗകര്യമില്ല എന്നുള്ളത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. മാത്രമല്ല, ഈ പാർക്കിങ്ങിന് സൗകര്യമില്ലാത്തത് കൊണ്ട് തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വാഹനത്തിൽ വന്ന് നഗരത്തിൽ വന്ന് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മടിയും കാണിക്കുന്നതും നഗരത്തെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ ഇതെങ്ങനെ പരിഹരിക്കാമെന്നാണ് ഞങ്ങൾ ഗൗരവമായിട്ട് ആലോചിക്കുന്നത്. 2 സ്ഥലങ്ങളാണ് മനസ്സിലുള്ളത്. ഒന്ന്, താൽക്കാലികമായി ബസ് സ്റ്റാൻഡ് പ്രവർത്തിച്ചിരുന്ന സ്ഥലത്തിൻ്റെ ഉടമസ്ഥനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഈ ഓണക്കാലത്ത് ഒരാഴ്ച കാലമെങ്കിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് നോക്കുന്നുണ്ട്. രണ്ടാമത്തത്, നീലേശ്വരം രാജവംശത്തിൻ്റെ കൈവശമുള്ള പാലസ് ഗ്രൗണ്ടാണ്. പാലസ് ഗ്രൗണ്ടിലും താൽക്കാലികമായി അനുവാദം ലഭ്യമാക്കാൻ കഴിയുമോ എന്ന് നോക്കുന്നുണ്ട്. 2 കാര്യത്തിലും തീരുമാനമായി വരുന്നതേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ രാജാ റോഡിൻ്റെ പ്രവർത്തികൾ അതോടൊപ്പം തന്നെ എടത്തോട് റോഡിൻ്റെ പ്രവർത്തികളെല്ലാം വൈകിയതുകൊണ്ട് നഗരത്തിൽ ഒരു ഗതാഗത വിഷയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പോലീസിൻ്റെ നല്ല സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് കൃത്യമായി നിയന്ത്രിച്ച് പോകാൻ വേണ്ടി സാധിക്കൂ. ഇപ്പോൾ പോലീസുമായി ബന്ധപ്പെടുന്നുണ്ട്. അടിയന്തരമായിട്ടും ഈ ആഴ്ച തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് മീറ്റിംഗ് വിളിച്ച് എല്ലാ പ്രധാന കവലകളിലും ബസ് സ്റ്റാൻഡിൽ ഉൾപ്പെടെ ഓണത്തിരക്കുകൾ നിയന്ത്രിക്കാൻ പോലീസിൻ്റെ സേവനം ഉണ്ടാവണം. ആവശ്യമായ ഇടപെടലുകൾ നഗരസഭ നടത്തുകയും ചെയ്യുമെന്നാണ് അറിയിക്കാനുള്ളത്. വർഷങ്ങളായി കാഞ്ഞങ്ങാട് നടന്നു വന്നിരുന്ന സപ്ലൈകോയുടെ ജില്ലാതല ഓണം വിപണനമേള ഇപ്രാവശ്യം നീലേശ്വരത്താണ് നടക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഇത് മുൻനിർത്തിയെങ്കിലും നീലേശ്വരത്തിന്റെ ശാപമായി മാറിയ ഗതാഗതക്കുരുക്കിന് അധികൃതർ ശാശ്വത പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിലും പ്രത്യാശയിലുമാണ് നീലേശ്വരത്തെ വ്യാപാരികളും ഓട്ടോ ടാക്സി തൊഴിലാളികളുമെല്ലാം. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.